KPCCക്ക് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ പോകുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സണ്ണി ജോസഫ് മാറി പുതിയൊരാൾ വരുന്നവരും പല ആൾക്കാരുടെയും പേര് നമ്മൾ എടുത്ത് കാണിക്കപ്പെടുന്നുണ്ട്, പലരും ചർച്ച ചെയ്യുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ്, ജോസഫ് വാഴക്കൻ, ഇങ്ങനെയുള്ള മുതിർന്ന നേതാക്കളുടെ പേര് കേൾക്കുന്നു. ഇത് കൂടാതെ ഇനി ഒരു ഘട്ടത്തിൽ യുവ നേതാക്കൾ ആരെങ്കിലും വരുമോ എന്നുള്ള ഒരു ചർച്ചയും കൂടി വരുന്നുണ്ട്. അതിൽ വരുന്നത് ഷാഫി പറമ്പിലുണ്ട്, പിന്നെ മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടനുണ്ട്, പിന്നെ ഹൈബി ഈഡൻ, ഇത്ര ഉള്ള ആൾക്കാരൊക്കെ പരിഗണിക്കുമെന്നുള്ളൊരു ചർച്ച ഇങ്ങനെ പൊതുവെ വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നേരത്തെ KPCC അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എടുത്തൊരു തീരുമാനം എന്ന് വെച്ചാൽ ഒരു പദവി വഹിക്കുന്ന ആൾക്കാരെ, അതായത് ഇപ്പം MP സ്ഥാനത്തുള്ളവരെ MLA ആയിട്ട് ഇനി ഇപ്പൊ ഇലക്ഷന് മത്സരിക്കേണ്ട എന്നുള്ള ഒരു ഉറച്ച തീരുമാനിച്ചു. അതേപോലെ ഇപ്പൊ MP അങ്ങനെയുള്ള ഇതിലൊക്കെ സ്ഥാനത്തൊക്കെ ഇരിക്കുന്നവർ KPCC പ്രസിഡന്റ് ആവണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കുമെന്നാണ് പലരുടെയും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ അഥവാ അതല്ല, ഈ മുതിർന്ന നേതാക്കളെ ഒഴിവാക്കി യുവ നേതാക്കളെ വരുവാണെങ്കിൽ, ഇപ്പൊ ഷാഫി പറമ്പിൽ ഇവരെ പറഞ്ഞ പോലെ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഏതായിരിക്കും കോൺഗ്രസിന് കൂടുതൽ ഗുണം ചെയ്യുക? ഈ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുക എന്നുള്ളത് ഒരു ഞാണിൽമേൽ കളിയാണ്. കാരണം കോൺഗ്രസ് വിവിധ സാമൂഹ്യ വിഭാഗങ്ങളെ കൂടെ നിർത്തുന്നുണ്ട്, വിവിധ ജനവിഭാഗങ്ങൾ, ഒരു ഇൻക്ലൂസീവ് ഒരു നാച്ചുറാണ് കോൺഗ്രസിനുള്ളത്. ആരെയും വെറുപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു ജാതിയാണെങ്കിൽ KPCC പ്രസിഡന്റ് വേറെ ഒന്നാവുക എന്നുള്ളത് സാധാരണ നമ്മൾ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ മറ്റേ MP മാർ, ഇപ്പൊ ഒരു ഉദാഹരണം ചോദിച്ചത്, MP മാർ KPCC പ്രസിഡന്റ് ആവണം. ഇതിനു മുമ്പുണ്ടായിരുന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ആയിരുന്നു. അപ്പൊ MLA മാരാവണ്ട എന്ന് തീരുമാനം ഉണ്ടോന്ന് അറിയില്ല. MLA മാരാവാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മാത്യു കുഴൽനാടനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഒക്കെ സാധ്യതയുണ്ട്. ഇനി MP മാരാവുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് സാധ്യതയുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിന് സാധ്യതയുണ്ട്, ഹൈബി ഈഡന് സാധ്യതയുണ്ട്, ഷാഫി പറമ്പിലിന് സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് വേണോ മൂത്തത് വേണോ എന്നുള്ളൊരു ചോദ്യം. അപ്പൊ അതിലാരാണ് വേണ്ടത്? ഇപ്പൊ കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരിന് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നതിന്റെ കാര്യം എന്താ വെച്ചാൽ, ഒന്ന് കൊടിക്കുന്നിൽ ഒരുപാട് കൊല്ലമായി MP ആണ്, പിന്നെ ഒരു ദളിതനാണ്. AICC പ്രസിഡന്റ് ഒരു ദളിതാണ്, മല്ലികാർജുൻ ഖാർഗെ. തീർച്ചയായിട്ടും KPCC പ്രസിഡന്റ് ആ ലൈനിൽ വരുന്നത് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ദളിതൻ KPCC പ്രസിഡന്റ് ആവും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. മാത്രമല്ല, കൊടിക്കുന്നിൽ സുരേഷിന് ഇനി ഡൽഹി രാഷ്ട്രീയം വേണമെന്നില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തവണ തന്നെ സീറ്റ് കിട്ടിയെങ്കിൽ അദ്ദേഹം മത്സരിച്ചേനെ. ഇനി കേരള രാഷ്ട്രീയത്തിൽ നിൽക്കാനാണ് താല്പര്യം എന്നുണ്ട്. അപ്പൊ കൊടിക്കുന്നിൽ സുരേഷിന് നല്ലൊരു ചാൻസ്. ഇനി MP മാർ വേണ്ട തീരുമാനിച്ചാൽ ജോസഫ് വാഴക്കനോടൊരു കണക്കുണ്ട്. കാരണം ജോസഫ് വാഴക്കന് നിയമസഭാ സീറ്റ് കൊടുക്കേണ്ടതല്ല, ഏറ്റുമാനൂർ കിട്ടേണ്ടതാണ്. ഏറ്റുമാനൂർ കിട്ടാതെ വന്നു, കാഞ്ഞിരപ്പള്ളി കിട്ടാതെ വന്നു. അങ്ങനെ വന്നപ്പോ അദ്ദേഹത്തിന് വല്ലാതെ ആശങ്കയുണ്ടായി. സതീശൻ തന്നെ പറഞ്ഞു, രമേശ് ചെന്നിത്തല പറഞ്ഞു അദ്ദേഹത്തിനെ നിർത്തണം, അദ്ദേഹത്തിന് നല്ലൊരു പദവി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ജോസഫ് വാഴക്കൻ, മാത്രമല്ല സാമുദായികമായും ജോസഫ് വാഴക്കന് ചില അഡ്വാൻറ്റേജ് ഉണ്ട്. സണ്ണി ജോസഫ് പോകുന്നിടത്തേക്ക് ജോസഫ് വാഴക്കൻ വരുന്നു എന്നുള്ളത് വേറെ തരത്തിലുള്ള ഒരു ബാലൻസിങ് അക്കാര്യത്തിലുണ്ടാവും. ഇനി ഇപ്പൊ ഈ പറഞ്ഞതുപോലെ യൂത്തിലേക്ക് പോവാണ്. കോൺഗ്രസിന് പല സ്ഥലങ്ങളിലും അത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കേന്ദ്ര നേതൃത്വത്തിലും അങ്ങനെ വരുന്നുണ്ടെന്നാണ് ആലോചിക്കുന്നത്. ഇപ്പൊ യൂത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു സംശയം എന്ന് വെച്ചാൽ, ഇപ്പം സമുദായങ്ങളെ നോക്കണം, അവരെയൊക്കെ ഒപ്പം നിർത്താൻ പഠിക്കണം. പിന്നെ ഇതിലും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിലെ നേതാക്കളാണ്, മുതിർന്ന നേതാക്കൾ, അവരെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. അതൊരു പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ പറയാം, ഉദാഹരണത്തിന് ഷാഫിക്കോ ഹൈബി ഈഡനോ കൊടുക്കാന്ന് നോക്കി, MP കൊടുക്കാം. രണ്ടുപേരും നല്ല ആളുകളാണ്, രണ്ടുപേരും നല്ല പ്രസന്റബിൾ ആണ്, ആളുകളായിട്ട് നല്ല ഫ്രണ്ട്ലി ആണ്, പോപ്പുലർ ആണ്, ഒക്കെ ശരിയാണ്. പക്ഷെ നേരത്തെ ചോദിച്ച ചോദ്യമുണ്ട്, ഈ പറഞ്ഞ മുഴുവൻ ആളുകളെയും എങ്ങനെ ഇവർ കൂടെ നിർത്തും? ഇപ്പോൾ സ്ഥാനമുഖികളായ ആളുകൾ മാത്രമല്ല, മുതിർന്ന ആളുകളുണ്ട്. ഈ മുതിർന്ന ആളുകളെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക? സതീശനോട് അവരുടെ റിലേഷൻ എന്തായിരിക്കും? KPCC പ്രസിഡന്റ് മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? അപ്പൊ മുഖ്യമന്ത്രിക്ക് ഇതിൽ എന്തെങ്കിലും ചോയ്സ് ഉണ്ടോ? അങ്ങനെയും വരാലോ. മുഖ്യമന്ത്രിക്ക് ഇതിൽ ചോയ്സ് ഉണ്ടോ? അതോ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്ന ഒരു KPCC പ്രസിഡന്റ്, CPM-ന്റെ പോലെ പാർട്ടി സെക്രട്ടറിക്ക് മറ്റേ മുഖ്യമന്ത്രിയുടെ മീതെ അവകാശമുള്ള ഒരു സെക്രട്ടറി വേണോ? അതും വേണമെങ്കിൽ ആലോചിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ നിലയ്ക്ക് അത്ര ഒരു റിസ്കിലേക്ക് കോൺഗ്രസ് പോകാൻ സാധ്യതയില്ല. യൂത്ത് എന്നുള്ള നിലയ്ക്ക് മാത്രം ഒരു റിസ്കിലേക്ക് കോൺഗ്രസ് പോകാൻ സാധ്യതയില്ല. മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി പ്രസിഡന്റിനെ ഇല്ല, അതും ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഏത് നിലയ്ക്കാണ് അത് അവർക്ക് ചെയ്യേണ്ടി വരിക എന്നുള്ളത് ഈ ബാലൻസിങ് വരും. എന്നാൽ രാഹുൽ ഗാന്ധി സ്ഥലത്തില്ല, വിദേശയാത്രയിലാണ്. രാഹുൽ ഗാന്ധി എത്തിയാൽ തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും അടിയന്തരമായി അത് വേണ്ടതാണ് കേരളത്തിൽ. കാരണം ചരിത്രത്തിൽ ഇല്ലാത്ത വിധം എണ്ണം MLA-മാരുമായി കോൺഗ്രസ് ഭരണത്തിലെത്തിയിരിക്കുന്നു. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ കേരളത്തിൽ 61 MLA-മാരാണ് ഇതിന് മാക്സിമം ഉണ്ടായിരുന്നത്. ഇപ്പൊ 62 പേരുണ്ട്.
62 MLA കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കോൺഗ്രസിന്. അപ്പൊ 62 MLA ജനം ജയിപ്പിച്ചു വിട്ടിട്ട് അവരിങ്ങനെ നിലാവത്ത് കോഴിയഴിച്ചു വിട്ട മാതിരി നടക്കുന്നത് അതൊരിക്കലും ജനങ്ങൾ അംഗീകരിക്കില്ല. ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ ജനങ്ങൾ ഇപ്പൊ ഏറെ പ്രതീക്ഷയോടെയാണല്ലോ ജനങ്ങൾ സതീശൻ മുഖ്യമന്ത്രി ആവുന്നതൊക്കെ നോക്കിക്കാണുന്നത്. അപ്പോൾ സതീശന്റെ തീരുമാനങ്ങളും KPCC പ്രസിഡന്റായിട്ട് ഇപ്പൊ തന്നെ നേരത്തെ പറഞ്ഞ പോലെ KPCC പ്രസിഡന്റ് അല്ലെങ്കിൽ KPCC ഈ സതീശന്റെ തീരുമാനങ്ങളിൽ ഇടപെടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് യോജിച്ച ഒരാള് ഒരു ധാരണയോടുകൂടി പോകുന്ന ആളായിരിക്കണമല്ലോ നമുക്ക്. തീർച്ചയായിട്ടും ഭരണവും പാർട്ടിയും പരസ്പര ധാരണയോടുകൂടി പോകണം. പരസ്പരം ഒരു ക്രിട്ടിക്കൽ എന്താ പറയാ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം. കാരണം ജനങ്ങളോട് ഒരുപക്ഷെ മറുപടി പറയേണ്ടി വരെ മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ, പാർട്ടിയല്ലേ. അപ്പൊ തീർച്ചയായിട്ടും പാർട്ടിക്ക് നിയന്ത്രണം വേണ്ട നമ്മൾ പറയുന്നില്ല. പക്ഷെ അത് രണ്ട് എക്സ്ട്രീമും ആവരുത്. ഒന്ന് VS മുഖ്യമന്ത്രി ആയിരുന്ന പോലെ, പിണറായി മുഖ്യമന്ത്രി ആയിരുന്ന പോലെ പാടില്ല. അതാണ് പ്രശ്നം. VS മുഖ്യമന്ത്രി ആയിരുന്നതിന് ഉദാഹരണം ഒരു നിയന്ത്രണവും മുഖ്യമന്ത്രിക്കില്ല, എല്ലാം പാർട്ടിക്കാണ്. പിണറായി വന്നപ്പോൾ പാർട്ടിയില്ല, മുഖ്യമന്ത്രിക്കാണ്. ഇതിൽ വേറൊരു കാര്യം കൂടി, ഇപ്പം മുതിർന്ന നേതാക്കളാകുമ്പോൾ നേരത്തെ KPCC പ്രസിഡന്റായിട്ട് K. സുധാകരൻ വന്നപ്പോഴും ഭയങ്കര പ്രതീക്ഷയായിരുന്നു. പക്ഷെ അത് അത്ര വേണ്ട രീതിയിൽ KPCC സുധാകരൻ വിജയിച്ചു എന്നുള്ള ഒരു അഭിപ്രായം ആർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ വരുന്ന ആൾ എങ്ങനെയുള്ള ആളായിരിക്കണം എന്നുള്ളൊരു, അതായത് ഒരിക്കലും പരാജയമാവരുത്. അതേപോലെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിലും കുറെ സമയം എടുത്തെങ്കിലും ഒരു അവസാനം VD സതീശനത്തിനൊക്കെ അതുപോലെ ഒരു കൃത്യമായ തീരുമാനത്തിൽ എത്താൻ ഒരു സമയം എടുക്കേണ്ടി വരില്ലേ ഇനി? അങ്ങനെ ഒരു ഇനിയിപ്പോ വലിയ സമയമൊന്നും എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ചർച്ചയൊക്കെ ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കേരളത്തിലെ, പിന്നെ അവരാണല്ലോ ഹൈക്കമാൻഡ്, ഗാർഗയ്ക്കും കേരളത്തിന്റെ രാഷ്ട്രീയം നന്നായിട്ട് അറിയാം. അത് സ്ഥാനാർത്ഥി നിർണയവും മുഖ്യമന്ത്രി നിർണയവും കഴിഞ്ഞപ്പോൾ തന്നെ, അതിന് മുമ്പ് തന്നെ അവരിവിടെ ഉണ്ട്, വളരെ കൃത്യമായി അറിയാം കേരളത്തിലെ ഹൂ ഇസ് ഹൂ. അപ്പൊ അതിൽ ഹൈക്കമാൻഡാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ അതിന് ഒരു സംശയവും വേണ്ട. പക്ഷെ ഒരു കാര്യം ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട്, അതായത് DCC പ്രസിഡന്റുമാരുടെ തീരുമാനം അങ്ങനെ എടുക്കാൻ പാടില്ല, KPCC ഒറ്റയ്ക്ക് എടുക്കാൻ പാടില്ല. ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞ് സർവേ നടത്തി ജനങ്ങൾ താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ അഭിപ്രായം അറിയണം. കാരണം അവരാണ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾ. ഇപ്പൊ പല സ്ഥലത്തും DCC പ്രസിഡന്റുമാര് MLA ഒരു പലരും മാറേണ്ടി വരും. എറണാകുളം അടക്കം പല സ്ഥലങ്ങളിലും DCC പ്രസിഡന്റ് മാറേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അതെങ്ങനെ വരും? എറണാകുളം, കോട്ടയം, മലപ്പുറം ഒക്കെ പോയി അതിലൊക്കെ MLA അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇനി അത് മുമ്പോട്ട് പോവുക? അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ KPCC പ്രസിഡന്റ് മാത്രമല്ല DCC പ്രസിഡന്റും KPCC. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, KPCCക്ക് 100 അംഗങ്ങളുള്ള എക്സിക്യൂട്ടീവ് ഉണ്ടാക്കി. അപ്പൊ CPM കളിയാക്കി, ഇത് ജംബോ കമ്മിറ്റിയാണ്. CPMന് 100ന്റെ അടുത്ത് 90ന്റെ അടുത്ത് സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ അത് ശരിയായി തന്നെ വിചാരിക്കുന്ന ആളാണ് ഞാൻ. കാരണം അവരൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ആക്റ്റീവ് ആവുകയും തെരഞ്ഞെടുപ്പിനെ ഗുണം ചെയ്യുകയും ചെയ്തു. നമ്മള് ജംബോ കമ്മിറ്റി എന്നുകൊണ്ട് കളിയാക്കിയിട്ട് കാര്യമില്ല. അത് അങ്ങനെയാണ് കോൺഗ്രസ്. സ്റ്റേജിൽ എങ്ങനെ ഇരിക്കും, അതൊക്കെ ആ ചോദ്യമൊക്കെ ഉണ്ട്. സ്റ്റേജിൽ ആള് താഴെ ഇരിക്കുന്നവരെക്കാൾ കൂടുതൽ സ്റ്റേജിലിരിക്കുന്ന ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് അത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അത് ആ തർക്കവും വിതർക്കവും കോൺഗ്രസിൽ ഉണ്ടാവണം. ഇപ്പോൾ ഏകപക്ഷീയമായി രാഹുൽ ഗാന്ധിയും എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഏകപക്ഷീയമായി ഒരു KPCC പ്രസിഡന്റ് തീരുമാനിക്കും. അങ്ങനെ തീരുമാനിക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ വന്നാൽ എങ്ങനെയായിരിക്കും ഇത് തമ്മിലുള്ള ബന്ധം? ആ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് കോൺഗ്രസിനും KPCCക്കും UDFനും മാത്രമല്ല, കേരള ജനതയുടെയും പ്രശ്നമാണ്. കാരണം ഇത് ഭരണ മര്യാദയ്ക്ക് അല്ലെങ്കിൽ 5 കൊല്ലം നമ്മളല്ലേ തയ്ക്കുന്നത്. അതുകൊണ്ട്